നമസ്കാരം. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അതിരൂക്ഷമായിരുന്ന സമയത്താണ് ഡോക്ടർ സൗമ്യ സരിൻ FBയിൽ ഒരു പോസ്റ്റ് ഇടുന്നത്. തന്റെ മുത്തച്ഛനായിട്ടുള്ള റിട്ടയർഡ് ഫ്ലൈയിങ് ഓഫീസർ ഉണ്ണികൃഷ്ണൻ നായരെ പറ്റിയാണ് ഡോക്ടർ സൗമ്യ സരിൻ FBയിൽ കുറിച്ചത്. ദേശസ്നേഹം വാരി വിതറുന്ന ആ സൈനികന്റെ പ്രവർത്തികൾ വലിയ രീതിയിൽ കയ്യടി നേടുകയും ചെയ്തു. പൊടുന്നനെ കോൺഗ്രസിലെ ഒരു സൈബർ പോരാളി നിയാസ് മലബാറി സൗമ്യ സരിനെ കളിയാക്കിയും ആ സൈനികനെ കളിയാക്കിയും ഒക്കെ രംഗത്തേക്ക് വരുന്ന കാഴ്ചയും, നിയാസ് മലബാറിക്കെതിരെ നമ്മുടെ രാജ്യസ്നേഹികൾ ഒന്നടക്കം പല രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് രംഗത്തേക്ക് വരുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. എന്നിട്ടും നിയാസ് മലബാറി ആ FB പോസ്റ്റ് മുക്കിയുമില്ല, തിരുത്തിയുമില്ല. അതാണ് നമ്മുടെ നിയാസ് മലബാറിമാരുടെയൊക്കെ രാജ്യസ്നേഹം എന്ന് പറയുന്നത്. എന്തായാലും നിയാസ് മലബാറിയെ പൊളിച്ചടക്കിക്കൊണ്ട് സ്വന്തം മുത്തച്ഛനെ, ആ സൈനികനെ പരിഹസിച്ചതിന്, സൗമ്യ പരിഹസിച്ചതിന് നല്ല ഗംഭീരമായിട്ടുള്ള മറുപടി ഡോക്ടർ സൗമ്യ സരിൻ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിലും സരിന്റെ ഭാര്യയായിട്ടുള്ള ഡോക്ടർ സൗമ്യ സരിന് തന്നെ ആരെങ്കിലും ചൊറിയാൻ വന്നിട്ടുണ്ടെങ്കിൽ നല്ല ഗംഭീരമായിട്ട് തിരിച്ചടിക്കാൻ നല്ല കെൽപ്പുള്ള പെൺകുട്ടിയാണ്. എന്തായാലും കരണമടിച്ച് പോക്കിയാന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ, അമ്മാതിരി ഒരു കരണമടിച്ച് പോക്കലാണ് ഈ കോൺഗ്രസ്സുകാരനായിട്ടുള്ള നിയാസ് മലബാറിക്ക് കൊടുത്തിട്ടുള്ളത്. എന്തായാലും എന്താണ് ആദ്യം തന്നെ മുത്തച്ഛനെ പറ്റി നമ്മുടെ ഡോക്ടർ സൗമ്യ സരിൻ FBയിൽ കുറിച്ചതെന്നും അതിനെ എങ്ങനെയാണ് പരിഹസിച്ചുകൊണ്ട് നിയാസ് മലബാറി FBയിൽ പോസ്റ്റ് ഇട്ടതെന്നും ആ പോസ്റ്റിന് എന്ത് ഗംഭീരമായിട്ടുള്ള മറുപടിയാണ് ഡോക്ടർ സൗമ്യ സരിൻ നൽകിയതെന്നൊക്കെ നമുക്ക് നോക്കാം. ആദ്യം തന്നെ സൗമ്യ സരിൻ മുത്തച്ഛനെ പറ്റി എഴുതിയത് ഇങ്ങനെയാണ്: ഇപ്പോൾ മുത്തച്ഛൻ എന്റെ അമ്മാവന്റെ കൂടെ ബാംഗ്ലൂരിലാണ് താമസം. 90 വയസ്സ് കഴിഞ്ഞു. 2 ദിവസം മുമ്പ് അമ്മാമ വീഡിയോ കോൾ ചെയ്തപ്പോൾ തമാശയ്ക്ക് ഒരു കാര്യം പറഞ്ഞു. സൗമ്യ, ഇവിടെ ഒരാൾ റെഡിയായി ഇരിക്കുന്നുണ്ട്. ഇന്ന് എന്തൊക്കെയോ തപ്പുകയും തിരയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ചോദിച്ചു നോക്ക്. ഞാൻ അത്ഭുതത്തോടെ മുത്തച്ഛനോട് ചോദിച്ചു, എന്താ മുത്തച്ഛൻ തിരഞ്ഞത്? എന്തിനാണ് റെഡിയാവുന്നത്? ഞങ്ങൾ അപ്പോഴും ഒരു തമാശ പോലെ കളിയാക്കിയാണ് ചോദിച്ചത്. പക്ഷേ മുത്തച്ഛൻ വളരെ ഗൗരവത്തോടെ പറഞ്ഞു, കാര്യങ്ങൾ കൂടുതൽ ഗൗരവമായി കൊണ്ടിരിക്കുകയാണ്. സർക്കാർ ഞങ്ങളെ തിരിച്ചു വിളിക്കാൻ സാധ്യതയുണ്ട്. അപ്പോ വേണ്ട പേപ്പറുകളും ഒക്കെ റെഡിയാക്കി വെക്കുകയായിരുന്നു, എന്റെ മെഡലുകളും യൂണിഫോമും ഒക്കെ. ഞങ്ങൾക്ക് അപ്പോഴും തമാശയാണ് തോന്നിയത്. മുത്തച്ഛൻ എന്താ പറയുന്നത്? ഈ അവസ്ഥയിൽ പോയി എന്ത് ചെയ്യാനാ? അതിലും മുത്തച്ഛന് ഒരു സംശയവുമില്ലായിരുന്നു. എനിക്ക് വാർഫ്രണ്ടിൽ പോകാൻ കഴിയില്ലായിരിക്കും, പക്ഷേ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ഒരു സ്ഥലത്തിരുന്ന് കൊടുക്കാൻ ഇപ്പോഴും എനിക്ക് കഴിയും. പിന്നെ ഒന്നും തിരിച്ചു പറയാൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അവസാനം ഒന്നുകൂടി മുത്തച്ഛൻ പറഞ്ഞു, വിളിച്ചാൽ പോകണ്ടേ? പോകണം, പോകും. വൺസ് എ സോൾജിയർ ഓൾവേസ് എ സോൾജിയർ, പ്രൗഡ് ഓഫ് യു എന്ന് പറഞ്ഞ് ഉണ്ണികൃഷ്ണൻ നായരുടെ ചിത്രം അടക്കം ഇട്ടാണ് നമ്മുടെ ഡോക്ടർ സൗമ്യ സരിൻ FBയിൽ പോസ്റ്റ് ചെയ്തത്. പിന്നീട് അത് വലിയ രീതിയിൽ പല ആളുകളുമൊക്കെ ഷെയർ ചെയ്യുകയും മാധ്യമങ്ങളൊക്കെ വാർത്തയാവുകയും ഒക്കെ ചെയ്തു. ഈ സന്ദർഭത്തിലാണ് നമ്മുടെ നിയാസ് മലബാറി ഇതിനെ കളിയാക്കിക്കൊണ്ട് രംഗത്തേക്ക് വന്നത്. അപ്പോ നിയാസ് പറയുന്നത് ഇങ്ങനെയാണ്: വെടിനിർത്തൽ വന്ന വിവരം മുത്തച്ഛനെ അറിയിക്കാൻ മറക്കരുത് ഡോക്ടർ സൗമ്യ സരിൻ. വിളിച്ചാൽ പോകണ്ടേ എന്ന് ചോദിച്ചാൽ പോകണ്ട എന്ന് തന്നെ പറഞ്ഞേക്കണം എന്നാണ് നിയാസ് മലബാറി പറഞ്ഞത്. നോക്കൂ, എത്ര വൃത്തികെട്ട രീതിയിലാണ് അയാൾ അതിനെ പരിഹസിക്കുന്നത്. ഒരു സൈനികന്റെ രാജ്യസ്നേഹത്തെ എത്രത്തോളം തരം താഴ്ത്തിക്കൊണ്ടാണ്, അല്ലെങ്കിൽ എത്തരത്തിൽ അതിനെയൊക്കെ ഇകഴ്ത്തിക്കൊണ്ടാണ് ഇയാൾ സംസാരിക്കുന്നത്. കോൺഗ്രസ്സുകാരനാണ്. ഇയാളുടെ ആ ഒരു FB പേജ് പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് കടുത്ത ഇടത് വിരുദ്ധത ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നത് സ്ത്രീകളോടൊക്കെ, പ്രത്യേകിച്ച് ഇങ്ങനെ സ്ത്രീകളെ ഇയാൾക്ക് ഇങ്ങനെ ഈ രീതിയിൽ പരിഹസിക്കുന്നത്, അല്ലെങ്കിൽ അവർ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടൊക്കെ ചിലതൊക്കെ ഈ ചില വ്യാജ പ്രചരണങ്ങളൊക്കെ നടത്തുന്നത് വലിയ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നി. ശബരിനാഥിന്റെ ഭാര്യയായിട്ടുള്ള ദിവ്യ S അയ്യർക്കെതിരെയും ഒക്കെ പല രീതിയിലുള്ള പല പരിഹാസ പോസ്റ്റുകളൊക്കെ ഈ നിയാസ് എന്ന് പറയുന്ന ഈ ഒരുത്തൻ, ഈ സംസ്കാരശൂന്യനായിട്ടുള്ള ഇവൻ ആയിട്ട് നമ്മൾ അതിൽ കണ്ടു. എന്തായാലും നല്ല ഗംഭീരമായിട്ടുള്ള മറുപടി ഡോക്ടർ സൗമ്യ സരിൻ എന്തായാലും ഈ നിയാസിന് കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് നിയാസിന്റെ ആ ഒരു FB പോസ്റ്റിന് സൗമ്യ കൊടുത്ത മറുപടി ഒന്ന് നോക്കാം. ഇങ്ങനെയാണ് പറയുന്നത്: ഇതാണ് ചിലരുടെ സംസ്കാരം. ഇവരെ പോലുള്ള അശ്ലീലങ്ങൾ ഒരിടത്തു മാത്രമല്ല, എല്ലാ രാഷ്ട്രീയ ചേരികളിലും ഉണ്ട്. അവർക്കെല്ലാം ഒരേ മുഖവും ഒരേ ഭാഷയുമാണ്. പോത്തിന് എന്ത് ഏത്തവാഴ എന്ന് പറയുന്ന പോലെ ഇവർക്കെന്ത് രാജ്യം, ഇവർക്കെന്ത് പട്ടാളക്കാരൻ. വെറുപ്പ് മാത്രം വായിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും വിളമ്പി അത് നമ്മളെയും കടന്ന് അവർക്ക് അറിയുക പോലുമില്ലാത്ത മറ്റുള്ളവരിലേക്കും വമിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ 90 വയസ്സ് കഴിഞ്ഞ എന്റെ മുത്തച്ഛനെ കുറിച്ച് ഞാനിട്ട ഒരു പോസ്റ്റിനെ പരിഹസിച്ച് ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട 35 വർഷങ്ങൾ ഈ രാജ്യത്തെ സേവിച്ച ആ വയോധികനായ ഒരു പാവം പട്ടാളക്കാരനെ പുച്ഛിച്ച് ഇത്തരത്തിലൊരു പോസ്റ്റ് ഇടാൻ ഇവനെ പോലുള്ളവർ അല്ലാതെ വേറെ ഏതെങ്കിലും വിഷയങ്ങൾക്ക് സാധിക്കുമോ? നാണം ഇല്ലേടോ എന്ന് ചോദിക്കുന്നതിൽ ഒരർത്ഥവുമില്ല എന്നറിയാം. കാരണം ആ സാധനം എന്താണെന്ന് പോലും അറിയില്ല എന്നത് ഇവരൊക്കെ പലപ്പോഴായി തെളിയിച്ചവരാണ്. അതുകൊണ്ട്
അവിടെ ഇരുന്ന് ഇനിയും വെറുപ്പും വിദ്വേഷവും ഛർദ്ദിച്ചുകൊണ്ടിരിക്കുക. കാരണം ഓരോരുത്തർക്കും പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അവർ പഠിച്ചതും ക്ഷീണിച്ചതും വളർന്നു വന്ന സംസ്കാരത്തിനും ഒക്കെ അനുസരിച്ച് നിങ്ങൾക്ക് പറഞ്ഞത് ഇതാണ്: തുടരുക. നിങ്ങൾ പുച്ഛിച്ച എന്റെ മുത്തച്ഛൻ കുട്ടിക്കാലത്ത് രാത്രി ഊണ് കഴിഞ്ഞാൽ എന്നെ നടക്കാൻ കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ ഇംഗ്ലീഷിലുള്ള പഴഞ്ചൊല്ലുകൾ പറഞ്ഞു പഠിപ്പിക്കുമായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, എന്നെങ്കിലും ഉപകാരപ്പെടും. ഇതൊക്കെ പറഞ്ഞു തരാൻ വീട്ടിൽ ആളുകൾ ഉണ്ടായി കാണില്ല, സാരമില്ല. വെൻ വെൽത്ത് ഈസ് എ ലോസ്റ്റ്, വെൻ വെൽത്ത് ഈസ് ലോസ്റ്റ് നത്തിങ് ഈസ് ലോസ്റ്റ്, വെൻ ഹെൽത്ത് ഈസ് ലോസ്റ്റ് സംതിങ് ഈസ് ലോസ്റ്റ്, വെൻ ക്യാരക്ടർ ഈസ് ലോസ്റ്റ് എവറിത്തിങ് ഈസ് ലോസ്റ്റ്. ധനം നഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടുന്നില്ല. ആരോഗ്യം നഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചിലതൊക്കെ നഷ്ടപ്പെടുന്നു. എന്നാൽ നിങ്ങളുടെ സൽസ്വഭാവം നഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെടുന്നു. മനസ്സിലായോ വർമ്മ സാറേ? ബഹുവചനം മനഃപൂർവ്വമാണ്. കാരണം ഈ മറുപടി ഈ മാന്യദേഹത്തിന് വേണ്ടി മാത്രമല്ല, ഈ പോസ്റ്റിന് താഴെ വന്ന് മെഴുകാൻ സാധ്യതയുള്ള എല്ലാ സാറന്മാർക്കും വേണ്ടി കൂടിയാണ് എന്നുകൂടി ഡോക്ടർ സൗമ്യ സരിൻ പറഞ്ഞിരിക്കുന്നു. നോക്കൂ, ഇത്തരത്തിലൊരു സന്ദർഭത്തിൽ, അതായത് ഇന്ത്യ പാക് സംഘർഷം അതിരൂക്ഷമായിരുന്ന സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള പല പോസ്റ്റുകൾ സ്വാഭാവികമായിട്ടും പലരുടെ അനുഭവങ്ങൾ, അതുപോലെ തന്നെ പലരും നേരിൽ കണ്ട സൈനികരുടെ പല തയ്യാറെടുപ്പുകൾ, ഇതൊക്കെ കാണിച്ചുകൊണ്ട് പല ആളുകളും FB പോസ്റ്റ് ഇടുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. അതിനേക്ക് എന്തിനാണ് ഈ നിയാസിനെ പോലുള്ള കോൺഗ്രസ്സുകാർ പുച്ഛിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് നിയാസിനെ പോലുള്ള കോൺഗ്രസ്സുകാർ ഇത്തരത്തിൽ ഇതിനെയൊക്കെ പരിഹസിച്ചുകൊണ്ട് ഈ പറയുന്ന പാകിസ്ഥാനെ കൈയടിക്കാൻ പാകത്തിന് ഒരിടമുണ്ടാക്കി കൊടുക്കുന്നത്? എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾ ഇത്തരത്തിലുള്ള വൃത്തികെട്ട സംസ്കാരശൂന്യമായിട്ടുള്ള ചില സൈബർ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ പ്രവർത്തകർ ചെയ്യുമ്പോൾ അതിന് വിലക്കാത്തത്? പ്രധാനപ്പെട്ട ചോദ്യങ്ങളല്ലേ ഇത്? ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ലല്ലോ. നോക്കൂ, ഇത്തരത്തിലുള്ള ചില ആളുകളെ കോൺഗ്രസ്സുകാർ ഇങ്ങനെ തീറ്റിപ്പോറ്റുകയാണ്. കോൺഗ്രസ്സുകാർ വിലക്കാതെ അവർക്ക് ഇങ്ങനെ വളമിട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന നിലയിൽ പല രീതിയിൽ പലർക്കെതിരെയും ഒക്കെ ഇങ്ങനെ പലതും പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇവർ ഇത്തരത്തിലുള്ള എന്തെങ്കിലും തോന്നിവാസം കാണിച്ചിട്ടുണ്ടെങ്കിൽ, ഒരിക്കലെങ്കിലും ഇവരെ വിലക്കിയിരുന്നെങ്കിൽ സ്വാഭാവികമായി ഇവരൊക്കെ ഒരു പരിധിവരെ നന്നാകാനുള്ള സാധ്യത ഉണ്ടായാൽ. നോക്കൂ, ഇവരുടെ പ്രധാനപ്പെട്ട തൊഴിൽ എന്താണ്? അതായത് ഒരു ചേരിയിൽ നിന്ന് മറ്റു ചേരിയിലേക്ക് ഏതെങ്കിലും നേതാക്കൾ പോവുകയാണെങ്കിൽ അവരുടെ കുടുംബത്തിൽ സ്ത്രീകളുണ്ടോ, അവരുടെ കുടുംബത്തിൽ വേറെ പെൺകുട്ടികൾ ആരെങ്കിലും ഉണ്ടോ, അവരുണ്ടെങ്കിൽ അവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവർക്കെതിരെ മോശമായിട്ടുള്ള ചില കാര്യങ്ങൾ FB എഴുതിയിടുക, അവർക്കെതിരെ പലരും സൈബർ ആക്രമണങ്ങൾ നടത്തുക. ഇതൊക്കെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ എന്ന് പറയുന്നത്. ഇനി ഈ നിയാസിനെ പോലുള്ള ആളുകളെയൊക്കെ സത്യത്തിൽ ചെയ്യേണ്ടത് എന്താണെന്ന് പറയാം, നിയമപരമായിട്ട് ഇവർക്കെതിരെ നടപടി സ്വീകരിക്കുകയാണ് സത്യത്തിൽ വേണ്ടത്. കാരണം അത്രത്തോളം തരം താന്ന രീതിയിലുള്ള പല പോസ്റ്റുകളൊക്കെയാണ് ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല, നോക്കൂ, ഡോക്ടർ സൗമ്യ സരിനെതിരെ, സൗമ്യ സരിനെ കടന്നാക്രമിക്കാൻ വേണ്ടിയായിരിക്കാം ആ സൈനികനെയും ഈ പറയുന്നത് പോലെ ഇവർ അറ്റാക്ക് ചെയ്തത്. ഈ സൗമ്യ സരിനെ എന്തിനാണ് ഈ രീതിയിൽ കടന്നാക്രമിക്കുന്നത്? സരിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയാണ്. കാരണം സരിൻ ഈ പറയുന്നത് പോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് പോവുക മാത്രമല്ലല്ലോ ചെയ്തത്. അതായത് സംഘപരിവാറിനെതിരെ, ഫാസിസ്റ്റുകൾക്കെതിരെ, വർഗീയ ശക്തികൾക്കെതിരെ പോരാടാൻ കഴിവുള്ള ഒരേ ഒരു പ്രസ്ഥാനം അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്, അത് CPM ആണ് എന്ന് അദ്ദേഹം കോൺഗ്രസിലുള്ള സമയത്ത് പറയുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോ സ്വാഭാവികമായും ഒരു ശരിയുടെ രാഷ്ട്രീയം അത് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയമാണെന്ന് പറഞ്ഞുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് സരിനെ പോലെ ഒരാൾ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഉപേക്ഷിച്ചു പോരുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ രീതിയിലുള്ള ചൊറിച്ചലുകൾ ഇത്തരത്തിലുള്ള നിയാസുമാർക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ കാര്യത്തിലൊന്നും തർക്കമൊന്നുമില്ല. മാത്രവുമല്ല, ഇന്ന് ഈ പറയുന്നത് പോലെ നമ്മുടെ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ എന്താകും എന്നതിനെ പറ്റിയൊക്കെ സരിൻ വ്യക്തമായി തന്നെ കോൺഗ്രസ് വിട്ട ശേഷം പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നത്തെ കോൺഗ്രസ് എന്താണെന്ന് കൂടി തുറന്നു കാണിക്കുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു. ഒരു സംഘപരിവാർ രാഷ്ട്രീയമാണെന്ന് കോൺഗ്രസിന്റെ ഒരു പ്രത്യയ ശാസ്ത്രമെന്നും അവർ സംഘപരിവാരങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുമൊക്കെ പറഞ്ഞ ശേഷമാണ് എന്തായാലും നമ്മുടെ സരിൻ ഈ പറയുന്ന പാർട്ടി വിട്ട് നമ്മുടെ CPM വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത് അല്ലെ? നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. അതൊക്കെ ഈ പൊതുസമൂഹത്തിൽ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്. കാരണം മീഡിയ കൺവീനർ ആയിരുന്നത് KPCCയുടെ സരിൻ. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ആ പാർട്ടിയുടെ ശൈലി, അല്ലെങ്കിൽ ആ പാർട്ടി എന്താണ്, അല്ലെങ്കിൽ ആ കോൺഗ്രസ് പാർട്ടി ഇതുവരെ സ്വീകരിച്ചിട്ടുള്ള നയങ്ങൾ എന്താണ്, ഇതിനൊക്കെ പറ്റി നല്ല വ്യക്തമായ ധാരണയുള്ള ഒരാളാണ് സരിൻ. അതുകൊണ്ട് സരിൻ ഇനി എന്തെങ്കിലുമൊക്കെ പറയുമോ, അല്ലെങ്കിൽ ഇനിയും കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അദ്ദേഹം പലയിടങ്ങളിലും ഒക്കെ വെളിപ്പെടുത്തുമോ എന്ന ഭയം കൊണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യക്കെതിരെ ആക്രമണം നടത്തുന്നു. ആ നിയാസിന് ഒരുപക്ഷെ ഈ പറയുന്ന റിട്ടയർഡ് ഫ്ലൈയിങ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ നായർ അറിയുമ്പോഴും ഉണ്ടാവില്ല. പക്ഷെ അയാൾക്കെതിരെ, അദ്ദേഹത്തിനെതിരെ, ആ സൈനികനെതിരെ ആക്രമണം നടത്തുന്നു. എത്ര വൃത്തികെട്ട ആക്രമണമാണ്! ദിവ്യ അയ്യർക്കെതിരെ എന്തിനാണ് ഈ ആക്രമണം നടത്തുന്നത്? അതായത് നമുക്കറിയാം, വിഴിഞ്ഞ പോർട്ടിന്റെ MD ആണ് ദിവ്യ അയ്യർ IAS. നോക്കൂ, അപ്പോ
ഒരു പരിപാടി അവിടെ ഉദ്ഘാടന ചടങ്ങ് നടക്കുകയാണ്. ആദ്യ ക്രെയിൻ വരുന്ന ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ദീർഘവീക്ഷണത്തെ പറ്റി സംസാരിക്കുന്നു. അതായത് വൻകിട പദ്ധതികളൊക്കെ കടലാസിലായിരുന്ന ഒരു കാലഘട്ടമായിരുന്നല്ലോ UDF-ന്റെ കാലഘട്ടം. ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ വളരെ ദീർഘവീക്ഷണമുള്ള ഒരു മുഖ്യമന്ത്രിയാണ് നമുക്ക് കേരളത്തിലുള്ളത്. അതുകൊണ്ട് വൻകിട പദ്ധതികളൊക്കെ യാഥാർത്ഥ്യമാകുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നതെന്ന് വിഴിഞ്ഞം പോർട്ടിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വിഴിഞ്ഞം പോർട്ടിന്റെ MD പറയുമ്പോൾ അതിൽ രാഷ്ട്രീയം കണ്ടുകൊണ്ട് എന്താണ് ചെയ്യുന്നത്? ശബരിനാഥിന്റെ ഭാര്യയാണെന്ന് പോലും നോക്കാതെ ഇങ്ങനെ വന്നെല്ലാവരും ആക്രമിക്കുന്നു. എന്നാൽ ഒരു നേതാവ് പോലും പറയുന്നില്ല കേട്ടോ, അത് അരുത് എന്ന് പറയുന്നില്ല. അവിടെയാണ് കോൺഗ്രസും മറ്റുള്ള പാർട്ടികളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. എന്തായാലും വളരെ മോശമായിട്ടുള്ള ഒരു പോസ്റ്റാണ് നിയാസ് ഇട്ടത്. നിയാസ് ഇപ്പോഴും അത് ഡിലീറ്റ് ചെയ്യുന്നില്ല എന്നത് അയാളുടെ അകത്ത് കിടക്കുന്ന ആ ഒരു അറിയാലോ, ആ ഒരു ഇരുട്ട് എത്രത്തോളമാണെന്ന് നമ്മളെ കാണിച്ചു തരികയാണ്. എന്തായാലും മാത്യു സാമുവലിനെ പോലുള്ള നിരവധി ആളുകൾ ഒക്കെ ഉള്ള നമ്മുടെ ഈ നാട്ടിൽ അഖിൽ മാരാറിനെ പോലെയുള്ള ചില ആളുകൾ അന്തിമ വിജയം പാകിസ്ഥാനേതാണ് എന്ന് പറയുന്ന ഈ നാട്ടിൽ നിയാസിനെ പോലുള്ളവരും നമുക്ക് മുമ്പിൽ ഇങ്ങനെ കിടന്നിട്ട് അപഹാസ്യരായിട്ട് ഇങ്ങനെ ആറാടുമ്പോൾ അവരെയും പുച്ഛിച്ച് തള്ളുക എന്ന് മാത്രമേ പറയാനുള്ളൂ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.